ഇനിയിപ്പോൾ രാവിലെ ദോശയ്ക്ക് എന്താക്കും കറിയെന്നോർത്ത് വിഷമിക്കണ്ട കേട്ടോ. ദോശ ഇങ്ങനൊന്നും ഉണ്ടാക്കി നോക്കിയാൽ കറികളുടെ ഒന്നും ആവശ്യമേ ഇല്ല. പിന്നെ കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത്. ഏതാണ്ട് ഒരു പിസ്സയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്ന ഒരു ദോശ ആട്ടോ ഇത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. അതിനായി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ദോശയുടെ ബാറ്റർ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങ് പരത്തിയെടുക്കുക കേട്ടോ. ഇതൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നത് അത്ര വലിയ ടാസ്ക് ഒന്നും അല്ല. അപ്പോൾ ഇതൊന്ന് പരത്തിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ബട്ടർ ഒന്ന് മെൽറ്റാക്കി ദോശയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ആ പാൻ ഒന്ന് എടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ടും ഇത് എത്തിയില്ലെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ വെച്ച് എല്ലാ ഭാഗത്തേക്കും ഈ ബട്ടർ ഒന്ന് ആക്കി കൊടുക്കാം. ബട്ടർ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് ഒരു മുട്ട കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് അടിച്ചെടുത്തതാട്ടോ. അതും ആ ദോശയുടെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കൂടെ കുറച്ച് സവാള അരിഞ്ഞത് നീളത്തിൽ അരിഞ്ഞതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. ഇനി അതിലേക്ക് ഒരു ചീസ് സ്ലൈസ് രണ്ടായിട്ട് കട്ട് ചെയ്ത് കേട്ടോ, അതും കൂടെ അതിന്റെ മുകളിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ സീസണിങ്ങും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആട്ടോ. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ ദോശ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ വെച്ചു കൊടുത്ത് ചീസ് സ്ലൈസ് ഒക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ദോശ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി രുചിയിലുള്ളൊരു ദോശ കേട്ടോ. അപ്പൊ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.